ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്ക് കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 7-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം ആയി പട്ടണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇത് ശ്രമിച്ചു. എന്നാൽ ആഖാൻ്റെ പാപമുഖാന്തരം ആ യുദ്ധത്തിൽ അവർ തോൽക്കുന്ന ഒരു സാഹചര്യം വന്നു. യോശുവയും ഇസ്രായേലിലെ പ്രമാണിമാരും വാഗ്ദാന പേടകത്തിന് മുൻപാകെ കമണ്ണു വീണ യഹോവയോടെ കാര്യം അന്വേഷിക്കുകയും നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് ആഖാനെ കൊണ്ടുപോയി അവനെ അവൻ്റെ കുടുംബത്തെയൊക്കെ വധിച്ചു കളഞ്ഞ സംഭവം ഇന്നലെ നമ്മൾ കേട്ടു. അങ്ങനെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആ പാപം ഒഴിവാക്കിയ ശേഷം യഹോവയായ ദൈവം യോശുവയോട് പറയുന്നു, ആ പട്ടണം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കിനി യുദ്ധം ചെയ്ത് ആ പട്ടണത്തെ കീഴടക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അതിനുള്ള ക്രമീകരണം യോശുവ ഇവിടെ ചെയ്യുകയാണ്. യോശുവ ഇവിടെ വളരെ തന്ത്രപരമായ രീതിയിലൊരു ബുദ്ധി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ആ പട്ടണം പിടിച്ചെടുക്കാൻ. കുറേ പടയാളികളുമായി യോശുവയുടെ നേതൃത്വത്തിൽ കുറേ ആളുകൾ ആദ്യം ആ പട്ടണത്തെ ആക്രമിക്കുന്നു. അപ്പോൾ ആ പട്ടണക്കാർ അവരോട് യുദ്ധം ചെയ്ത് ഇവരോട് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം പിന്നിലേക്ക് പിന്തിരിഞ്ഞ് ഓടുന്നു. അവർ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാ യോദ്ധാക്കളെയും നേരത്തെ തന്നെ യോശുവ പറഞ്ഞ പട്ടണത്തിന് വെളിയിൽ മാറ്റി അവിടെ നിർത്തിയിടുന്നു. അവർ ഞങ്ങളെ ഓടിച്ച് അവിടെ നിന്നുള്ള പടയാളികളൊക്കെ പട്ടണത്തിന് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങൾ കയറിയ പട്ടണം നിങ്ങൾ പിടിച്ചെടുക്കണം. ഇത് യോശുവയ്ക്ക് ഉണ്ടായ ഒരു യുദ്ധതന്ത്രമാണ്. യഹോവയായ ദൈവം അല്ലെങ്കിൽ ആ യോശുവയിൽ പ്രവർത്തിച്ച് അവന് കൊടുത്തതായ ഒരു യുദ്ധതന്ത്രമായി ഇതിനെ നമുക്ക് കാണാം. അങ്ങനെ ഇത് യോശുവയും കുറേ ആളുകളും ആ പട്ടണത്തെ ആക്രമിക്കുകയും അവരവരെ അവിടെ നിന്ന് തോൽപ്പിച്ച് തുരത്തി ഓടിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പടയാളികളും ഇവരെ പിന്തുടർന്ന് മരുഭൂമിയിലേക്ക് പോവുകയും ആ സമയം ആ പട്ടണം വാതിലടയ്ക്കാതെ അവർ പോവുകയും ഇവിടെ പതിയിരുന്ന യോശുവയുടെ പടയാളികൾ കയറിയ പട്ടണം മുഴുവൻ പിടിച്ചെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളെയും വധിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ യഹോവയായ ദൈവം അവരോട് പറയുന്നുണ്ട്, ഇനി ആ പട്ടണം പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്നെടുക്കാം. അപ്രകാരം അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെയും അവരവിടെ നിന്നെടുത്തു. ഇതിനു മുൻപ് എറിഹോ പട്ടണം പിടിച്ചെടുക്കുമ്പോൾ പറഞ്ഞത് അവിടെ നിന്ന് ഒന്നും എടുക്കരുതെന്നായിരുന്നു. അത് ലംഘിച്ചാണ് ആഖാൻ ആ പാപം ചെയ്തത്. അന്ന് ആഖാൻ അത് ചെയ്യാതെ ഇരുന്നിരുന്നെങ്കിൽ, ആ പാപം ചെയ്യാതെ മോഷണം നടത്താതെ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് അവന് ആയ പട്ടണത്തിന് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള എല്ലാം അവന് സ്വന്തമാക്കാമായിരുന്നു. എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ദൈവികമായ കൽപ്പന അറിയിപ്പുണ്ടാകുന്നിടം വരെയും ക്ഷമയും അനുസരണവും നമുക്കുണ്ടാകണം. ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്: 1 ക്ഷമ, 2 അനുസരണം. നമ്മൾ പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. ദൈവം എപ്പോഴാണോ അതിനോട് അതുവരെയും വെയിറ്റ് ചെയ്യുവാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു, പൂർവ്വപിതാവായ അബ്രാഹാമിനെ 75-ാം വയസ്സിൽ ദൈവം വിളിച്ചു. ഒരു മകന് വേണ്ടിയാണ് അബ്രാഹാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. 25 വർഷം കഴിയുന്നിടം വരെയും അവൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം അബ്രാഹാമിനെ ഇസ്ഹാക്കിനെ കൊടുത്തത്. ആ ഇസ്ഹാക്കിനെയാണ് യാഗമർപ്പിക്കാൻ യഹോവയായ ദൈവം ആവശ്യപ്പെട്ടത്. അബ്രാഹാം ഒരു മടിയും പറയാതെ അതിനുവേണ്ടി അവിടെ തയ്യാറാവുകയും വിശ്വാസികളുടെ പിതാവെന്ന പേരിന് അർഹനായി ഭവിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദൈവികമായ കൽപ്പനപ്രകാരം നമ്മൾ പ്രവർത്തിച്ചാൽ ആത്യന്തികമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും
അത് നമ്മുടെ തലമുറകൾക്ക് വലിയ അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ പ്രശ്നം നമുക്ക് ക്ഷമയില്ല, അനുസരണവുമില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം ഒരിക്കലും ദൈവിക പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുക പ്രയാസമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. തക്ക സമയമാകുമ്പോൾ ദൈവം അതിൽ തക്കതായ ക്രമീകരണം നമുക്ക് ചെയ്തുകൊള്ളും. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഈ യോശുവ ആളുകളെ കൊണ്ട് പോകുമ്പോൾ അവൻ കൂടാരത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ പോയി യുദ്ധം ചെയ്യുന്ന പറയുക ആജ്ഞാപിക്കുകയല്ല ചെയ്തത്. യോശുവ ആണ് ആദ്യം ആ പട്ടണത്തിൽ കയറുവാൻ പടയാളികളുമായിട്ട് മുന്നേ പോവുകയാണ്. അതാണ് ഒരു നേതൃത്വം എന്ന് പറയുന്നത്. പുരോഹിതൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം പരാപരൻ്റെ ഹിതമറിഞ്ഞ് പുരോഭാഗത്ത് നിന്ന് അഥവാ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളതാണ്. ആ ആളാണ് ഏറ്റവും മുന്നിൽ പോകുന്നത്. ആ ആളിനെ അനുഗമിച്ചാണ് മറ്റുള്ളവരൊക്കെ പോകുന്നത്. അതാണ് കർത്താവ് ഇടയൻ്റെ ഉപമ പറഞ്ഞത്. ഞാൻ നല്ല ഇടയനാകുന്നു, ഇടയൻ മുന്നേ പോകുന്നു, ഇടയൻ്റെ പാത അനുഗമിച്ചുകൊണ്ട് ആളുകൾ അവൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്രകാരമുള്ള ഒരു നേതൃത്വമാണ് ദൈവം നമ്മിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും മറ്റുള്ളവരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മളതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതം അപ്പോഴാണ് മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്നത്, അനുഗ്രഹമായിട്ട് തീരുന്നത്. കർത്താവ് ശാസ്ത്രീയ പരീക്ഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭാരമേറിയ ചുമടുകളെ സാധാരണ ജനത്തിൻ്റെ തലയിൽ നിങ്ങൾ കെട്ടിവെക്കുന്നു. നിങ്ങളുടെ ഒരു അണികളുടെ കൊണ്ട് പോലും, ഒരു ചെറുവിരൽ കൊണ്ടുപോലും അതിനെ സ്പർശിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ അങ്ങനെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വന്നു, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നില്ല. അപ്പോൾ നമുക്ക് വാക്കുകളേക്കാൾ ഉപരി ദൈവം നമ്മുടെ പ്രവർത്തനത്തെയാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ എല്ലാം ആ ദൈവികമായ കൽപ്പനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ ആ സമയം വരെയും, ദൈവം പ്രവർത്തിക്കുന്ന സമയം വരെയും ക്ഷമയോടും സഹന മനോഭാവത്തോടും അനുസരണത്തോടും കൂടി ജീവിപ്പാൻ നമുക്കിടയാകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നമ്മൾ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. ദൈവമേ, പരിശുദ്ധാത്മാവേ, അത് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം ആയതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.